ഹായ് ഹലോ, നമുക്കൊന്ന് റവ കേസരി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ റവ വറുത്തെടുക്കാം. റവ വറുത്തെടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വറുത്തെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ റവ വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം അത് മൂപ്പിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ കേസരി ടേസ്റ്റേ മാറും. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് റവ വേവാൻ അനുസരിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നീട് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കേസരിക്ക് നിങ്ങളെ ഇഷ്ടാനുസരിച്ച് അനുസരിച്ച കളർ, ചിലപ്പോൾ ഓറഞ്ച് ഇഷ്ടമുള്ളവരുണ്ടാവും, റെഡ് കളർ ഇഷ്ടമുള്ളവരുണ്ടാവും, അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞങ്ങളുടെ റെഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ റവ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അതിനുശേഷം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം കേസരിക്ക് ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ കേസരിക്ക് നല്ല സ്വാദുണ്ടാവും. അതിനുശേഷം നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണിത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അടിയിൽ പിടിക്കാത്ത രീതിയിൽ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വെള്ളം ഓരോരുത്തർ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. കോരി കഴിക്കാൻ രീതിയിലാണ് കേസരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മുറിച്ച് കഴിക്കാൻ, നമ്മൾ ഹൽവ മുറിക്കുന്ന പോലെ മുറിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ വെള്ളം കുറവായാലും ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വിതറിയിട്ടാൽ നമ്മുടെ കേസരി റെഡി.